ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാവയ്ക്ക പുളിങ്കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം, നമ്മൾ 2 പാവയ്ക്കയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. പാവയ്ക്ക നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇങ്ങനെ വേണം സ്ലൈസ് ചെയ്യാൻ. ചെറുതായിട്ട് നടുവേ കീറിയിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിനെ നമുക്ക് പിന്നെ ഒരു ബൗളിലിട്ട് എല്ലാം കൂടി ഒരു ബൗളിലിട്ടിട്ട് അതിൽ ഉപ്പിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വെക്കുമ്പോൾ അത് നന്നായിട്ട് ഉപ്പ് പിടിച്ച് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പാവയ്ക്ക പുളിങ്കറി അപ്ലോഡ് ചെയ്യുമെന്നുള്ളത്. അപ്പം അതനുസരിച്ചാണ് ഇതൊരു വെറൈറ്റി കറിയാണ്. ഇപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്കിവിടെ കാണാം. കടുക്, ഉലുവ, പുളി സോക്ക് ചെയ്ത് വെക്കണം, 2 ടൊമാറ്റോ, 2 സവാള, കറിവേപ്പില. അപ്പം നമ്മളിപ്പം പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക അവിടെ ഇരിപ്പുണ്ട്. ഉള്ളിയും ടൊമാറ്റോയും നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുപ്പ് കത്തിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ട് നമുക്ക് ഉലുവയും ഇടാം. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവയും ഇടാം. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ കറിയല്ല, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഒരുപാട് ഇങ്ങനെ, അവരൊക്കെ വെജിറ്റേറിയൻസാണ്. അപ്പോൾ അവരുടെ ഈ തമിഴ്നാട്ടിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് നല്ല ഇങ്ങനെയുള്ള കറികളൊക്കെ അറിയാം. ഭയങ്കര ഒരു മണവും ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് വഴറ്റിയിട്ട് പിന്നെ അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ടൊമാറ്റോ ഇടണം. അപ്പം ഞാൻ ഈ എല്ലാ സീൻസും ഈ വഴറ്റുന്നത് ഒത്തിരി ഞാൻ എളുപ്പം അങ്ങനെ ചെയ്ത് പോകുന്നില്ല. നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ടാണ് ഇടുന്നത്. അപ്പം നിങ്ങളും അതുപോലെ യങ്സ്റ്റേഴ്സ് ചെയ്യുമ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. നന്നായിട്ട് വഴറ്റണം, അല്ലെങ്കിൽ കറിക്ക് രുചി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ വഴറ്റുമ്പം നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് കാരണം നിങ്ങൾക്ക് വിചാരിക്കും നമ്മളിവിടെ മഞ്ഞ, മുളക്, മല്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ക്യാമറയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ 3/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് 3ഉം അതിലിട്ടിട്ട് വേണം വഴറ്റിയതിന് ശേഷമാണ് നമ്മളിവിടെ ഈ പാവയ്ക്ക ഇടുന്നത്. നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്ന പാവയ്ക്കയാണ്. ഇതിനെ നന്നായിട്ട് വഴറ്റി ഇനി അടച്ചു വെച്ച് വേവിക്കണം. ഇത് കുറച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിക്കണം. എന്നിട്ട് വീണ്ടും അതിന് ആ പുളിവെള്ളത്തിൽ കിടന്ന് അത് കുറച്ചും കൂടെ നന്നായിട്ട് വെന്ത് പിന്നെ ഇളക്കി എല്ലാം യോജിപ്പിച്ച് അടച്ചു വെച്ച് കുറേ കഴിയുമ്പോൾ അത് നന്നായിട്ട് വെന്ത് വരുമ്പം നമുക്ക് തേങ്ങ അരച്ചൊഴിക്കണം. അപ്പം അതിന് വേണ്ട തേങ്ങ ഇപ്പം നിങ്ങൾക്കിവിടെ കാണുന്നത് തേങ്ങ, ജീരകം, ഉള്ളിയാണ്. അത് 3ഉം നമ്മൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് ഇപ്പം നമ്മളിനിയിപ്പോൾ പുളിവെള്ളമാണ് ഇതിലൊഴിക്കുന്നത് ആദ്യം, അല്ലേ? ഇപ്പം നമ്മൾ പുളിവെള്ളം ഒഴിച്ചു. ഇനി അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് അത് അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ, ജീരകം, ഉള്ളി, ഇത് പിന്നെ 3ഉം കൂടെ ഇട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തത്. നമ്മൾ അത് മിക്സിയിൽ നിന്ന് ഡയറക്റ്റ് ഇതിൽ ഒഴിക്കുന്നില്ല. നമ്മൾ അരപ്പയിൽ അതിൻ്റെ ചാറാണ് അതിന് അരിച്ചാണ് ഒഴിക്കുന്നത്. അല്ലാതെ തേങ്ങ അങ്ങനെ മിക്സിയിൽ നിന്ന് ഡയറക്റ്റ് ഒഴിക്കുന്നില്ല. അരപ്പയിൽ അരച്ച് പാലാണ് എടുത്ത് നമ്മൾ ഒഴിക്കുന്നത് അതിൻ്റെ. അപ്പോൾ അതിൽ തന്നെ ജീരകം, ഉള്ളിയുടെയൊക്കെ ഫ്ലേവറുണ്ട് അതിൽ. എല്ലാം കൂടെ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടാണ് നമ്മൾ ഈ അരപ്പയിൽ അരച്ച് പാലൊഴിക്കുന്നത്. ഇനി നമ്മളത് മിക്സിയും കൂടെ കഴുകി ഒരിക്കൽ കൂടി ഒന്നും കൂടി ഒന്ന് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഭയങ്കര ഒരു ടേസ്റ്റും നല്ലൊരു ടേസ്റ്റി കറിയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു മണം അത്ര നല്ല മണമാണ്. വീടിനകത്ത് മൊത്തം ഈ കറിയുടെ ഒരു മണമാണ്. അപ്പം അതുപോലെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ആപ്റ്റായിട്ടുള്ള പുളിയൊക്കെ ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ്. ഞാനിപ്പോൾ 2 പുളി ഇട്ടിട്ടുണ്ടായിരുന്നു. കുടംപുളി ഇട്ട് മറ്റേ പുളി ഇട്ടു. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പും പുളിയൊക്കെ ഒഴിക്കുമ്പോൾ ലാസ്റ്റിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. സെർവിങ് ഡിഷിലോട്ട് മാറ്റണം. കറി നന്നായിട്ട് വെന്ത് പിന്നെ എൻ്റെ പരുവമായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചെയ്യാത്ത ആൾക്കാരൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.